Welcome to Leeds Academy Smart Plus. ഇന്ന് നമ്മൾ ഫിസിക്സിന്റെ തേർഡ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ നെക്സ്റ്റ് പാർട്ടാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ആ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കറണ്ടിനെ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ പറഞ്ഞു എന്താണത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഒരു വസ്തുവായിട്ട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു വസ്തുവായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതിലെ മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം വരുന്നു. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം വരുമ്പോൾ ഒരു EMF ആ വസ്തുവിലേക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഒരു പ്രേരിത EMF ആ വസ്തുവിൽ ഉണ്ടാകുന്നു. അങ്ങനെ അതിലൂടെ കറണ്ട് ഒഴുകുന്നു. അതാണ് നമ്മൾ പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ കറണ്ട് ഉണ്ടാകുകയാണെങ്കിൽ അത് എങ്ങോട്ട് ഒഴുകും അല്ലെങ്കിൽ ആ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഒന്നെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ. ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് മാത്രമല്ല ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ ചോദിച്ചാലും ഇങ്ങനെയാണ്. പ്രേരിത EMF അല്ലെങ്കിൽ പ്രേരിത വൈദ്യുതിയുടെ ദിശ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു കാര്യം തന്നെ രണ്ടും സെയിം തന്നെയാണ്. എങ്ങനെയാണോ ഏത് ഡയറക്ഷനിലാണോ വോൾട്ടേജ് അല്ലെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് അതേ ഡയറക്ഷനിലാണ് കറണ്ടും ഒഴുകുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ദിശ ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട്, പ്രേരിത വൈദ്യുതി അല്ലെങ്കിൽ പ്രേരിത EMFന്റെ ദിശ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് തരുന്ന ഒരു നിയമമാണ് എന്ത്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ പഠിക്കുമ്പോൾ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂളാണ്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ പോലെ ഏകദേശം അത് തന്നെയാണ്, പക്ഷെ ഇവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ്? കറണ്ടിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ EMFന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? റൈറ്റ് ഹാൻഡ് റൂൾ. അതേസമയം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? എന്തിനായിരുന്നു? ഒരു ചാലകത്തിന്റെ മോഷൻ, ചലനത്തെ കണ്ടുപിടിക്കാനായിരുന്നു. അത് എങ്ങോട്ട് ചലിക്കും, അതിലേക്ക് ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും എന്ന് അതിന്റെ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പൊ റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പം നമുക്കറിയാം എന്ത് ചെയ്യണം? നമ്മളുടെ തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും തമ്പും ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും നമ്മൾ എങ്ങനെ പിടിക്കണം? പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കണം. ലംബമായി പരസ്പരം മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പിടിക്കണം. അങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ അല്ലെങ്കിൽ പരസ്പരം ലംബമായിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ പിടിക്കുന്നതെങ്കിൽ അതിലെ ആദ്യത്തെ നമ്മളുടെ തമ്പ് കാണിക്കുന്നത് നമ്മളുടെ ചാലകത്തിൻ്റെ ചലിക്കുന്ന ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ആ ചാലകം എങ്ങനെയാണോ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ചലിക്കുന്നത് ആ മോഷൻ കാണിക്കുന്ന ഡയറക്ഷൻ ആയിരിക്കും. മോഷൻ്റെ ഡയറക്ഷനാണ് എന്ത് കാണിക്കുക? തമ്പ് കാണിക്കുക. ഇനി നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ നമ്മുടെ ഫോർ ഫിംഗർ അല്ലെങ്കിൽ ചൂണ്ടുവിരൽ എന്ന് പറയുന്നത് എന്തിൻ്റെ ഡയറക്ഷനിലായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ കാന്തിക മണ്ഡലത്തിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം. ഇതെങ്ങനെയായിരിക്കും മൂവ് ചെയ്യാമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ബാർ മാഗ്നറ്റും സോളിനോയിഡൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോഴാണ് നമുക്ക് എന്ത് അല്ലെങ്കിൽ ഇതിൽ മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം വരുന്നത്. അപ്പോൾ ഒരു സാധനം വെറുതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം വരുമൊന്നുമില്ല. നിങ്ങളുടെ ഇപ്പുറത്തും ഒരു കാന്തം കൊണ്ട് വെച്ചിട്ട് നിങ്ങളവിടെ അനങ്ങാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന കാന്തിക മണ്ഡലത്തിന് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു മാറ്റം വരാനും പോകുന്നില്ല. അതേസമയം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്താലോ നിങ്ങളുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ എണ്ണം മാറും, മാഗ്നറ്റിക് ഫ്ലക്സ് മാറും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു EMF എന്ത് ചെയ്യപ്പെടും? ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ അതേപോലെ നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ ഒരു സാധനത്തിനെ എന്ത് ചെയ്യണം? മൂവ് ചെയ്യിപ്പിക്കണം. അപ്പൊ ആ മൂവ് ചെയ്യിക്കുന്ന ഡയറക്ഷനാണ് അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ് നമ്മൾ തമ്പ് വെച്ച് തള്ളവിരൽ വെച്ച് നമ്മൾ കാണിക്കുക. ഇനി അതിലേക്ക് ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, കാന്തിക മണ്ഡലത്തിന്റെ ഡയറക്ഷനാണ് എന്ത് കാണിക്കുക? ചൂണ്ടുവിരൽ അല്ലെങ്കിൽ ഫോർ ഫിംഗർ തരിക. ഇനി ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ കറണ്ട് എങ്ങോട്ട് ഒഴുകുന്നു എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ നടുവിരൽ അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മിഡിൽ ഫിംഗർ ഉപയോഗിച്ചിട്ട് നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഡയറക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ തള്ളവിരൽ എങ്ങോട്ടാണ്? ആ ചാലകം ചലിക്കുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ മോഷൻ ഓഫ് ദ കണ്ടക്ടറിന്റെ ഡയറക്ഷൻ തരുന്നതാണ്. അടുത്തത് ഫോർ ഫിംഗർ അല്ലെങ്കിൽ ചൂണ്ടുവിരൽ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലാണ്. അങ്ങനെ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നടുവിരൽ ഉപയോഗിച്ച് നമുക്ക് ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും.
അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് കറണ്ടിന്റെ ദിശ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഏത് വസ്തുവിലും എങ്ങോട്ടാണ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ എന്തുമാത്രം മതി? ഒന്ന്, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് അറിഞ്ഞിരിക്കണം, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിഞ്ഞിരിക്കണം. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ മാറും. പിന്നെ അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ, കണ്ടക്ടറിന്റെ മോഷന്റെ ഡയറക്ഷൻ, മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ് എന്ന് അറിഞ്ഞിരിക്കണം. അത് മാറിയാലും കറണ്ടിന്റെ ഡയറക്ഷൻ മാറും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്ത് കണ്ടുപിടിക്കാം? കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച്, വലത് കൈ നിയമം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ, പ്രേരിത EMF അല്ലെങ്കിൽ പ്രേരിത കറണ്ടിന്റെ ദിശ മനസ്സിലാക്കാൻ പറ്റും. ഇനി അപ്പൊ നമ്മൾ EMFനെ കുറിച്ച് പഠിച്ചു. അങ്ങനെ ഈ EMFുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ഡയറക്റ്റ് കറണ്ടും. അപ്പൊ നമുക്ക് ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും, ഈ AC കറണ്ട് ആണ് അല്ലെങ്കിൽ DC കറണ്ട് ആണ് പോകുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ പ്രത്യാവർത്തിധാരാ വൈദ്യുതി എന്ന് പറയും. അതേപോലെ DC കറണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് നേർധാരാ വൈദ്യുതി എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം DC എന്ന് പറയുന്ന ഡയറക്റ്റ് കറണ്ട്, നേർധാരാ കറണ്ട്. എന്താണ് ഈ നേർധാരാ കറണ്ട്? A current that flows only in one direction continuously. തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതി. അതായത് ഈ കറണ്ട് പോകുന്നത് ഒരേ ദിശയിലാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു ബാറ്ററി ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു സർക്യൂട്ടിലേക്ക് ഞാൻ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അല്ലേ ബാറ്ററിക്ക്. ഈ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഈ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് എപ്പോഴും എന്ത് പോവുക? കറണ്ട് പോവുക. എപ്പോഴെങ്കിലും മാറ്റം ഉണ്ടാവും? ഇല്ല. എപ്പോഴും ഇത് എങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, ഒരേ ദിശയിൽ തന്നെയാണ് കറണ്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരേ ദിശയിലാണ് കറണ്ട് സഞ്ചരിക്കുന്നതെങ്കിൽ, കറണ്ടിന്റെ ദിശയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയാം. സോ ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദി ഡയറക്ഷൻ ഓഫ് കറണ്ട്. കറണ്ടിന്റെ ഡയറക്ഷനിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായി അത് അങ്ങനെ അതേ ദിശയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒരേ ഡയറക്ഷനിൽ തന്നെ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡയറക്റ്റ് കറണ്ട്. ഇനി രണ്ടാമത്തത് നമ്മളുടെ AC, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ പ്രത്യാവർത്തിധാരാ കറണ്ട് എന്ന് പറയും. എന്താ ഈ പ്രത്യാവർത്തിധാരാ കറണ്ട്? അപ്പൊ നോക്കൂ, ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ ദിശയൊന്നും മാറൂല അല്ലെ, പോയിക്കൊണ്ടിരിക്കുന്ന ദിശയിൽ തന്നെ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ പ്രത്യാവർത്തിധാര അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആവുമ്പം ഇതിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും? മാറും. സമയമനുസരിച്ച്, അല്ലെങ്കിൽ കറണ്ട് ദാറ്റ് ചേഞ്ചസ് ഡയറക്ഷൻ അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. സമയം ഓരോ ഇടവേളകൾ കഴിയുമ്പോഴും എന്ത് സംഭവിക്കും? ഇതിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. ഓരോ ഇടവേളകൾ കഴിയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സെക്കൻഡിൽ കറണ്ട് വലത്തേക്കാണ് ഒഴുകുന്നതെങ്കിൽ, ഇപ്പൊ അങ്ങനത്തെ ഒരു ബാറ്ററി സങ്കല്പിക്കുക. സോറി, വലത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇടത്തേക്കാണല്ലേ വരച്ചിരിക്കുന്നത്, നമുക്ക് വലത്തേക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ വലത്തേക്കാണ് ഒഴുകുന്നതെങ്കിൽ രണ്ടാമത്തെ സെക്കൻഡിൽ ചിലപ്പോൾ എങ്ങോട്ടായിരിക്കും? ഇടത്തേക്കായിരിക്കും ഒഴുകുക. ചിലപ്പോൾ ഒരു 5 സെക്കൻഡ് അത് വലത്തേക്കാണ് ഒഴുകുന്നതെങ്കിൽ അടുത്ത 5 സെക്കൻഡ് എങ്ങോട്ടായിരിക്കും? ഇടത്തേക്കായിരിക്കും ഒഴുകുക. വലത്തേക്കാണ് ഒഴുകുന്നതെങ്കിൽ 5 സെക്കൻഡ് കഴിയുമ്പോൾ ഇടത്തേക്കായിരിക്കും ഒഴുകുക. അപ്പം അങ്ങനെ കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 വരികയാണെങ്കിൽ ഓരോ സമയത്തിനനുസരിച്ച്, കൃത്യമായ ഇന്റർവെൽസിനനുസരിച്ച്, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, അല്ലെങ്കിൽ 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കറണ്ടിന്റെ ദിശ മാറുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ AC എന്ന് പറയും. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ AC, പ്രത്യാവർത്തിത ധാരാ വൈദ്യുതി. തുടർച്ചയായി അതിന്റെ ക്രമമായ, അതായത് സമയത്തിന്റെ ക്രമമായ ഇടവേളകളിൽ അതിന്റെ എന്തിനു മാറ്റം വരും? ദിശയ്ക്ക് മാറ്റം വരും. അങ്ങനെയുള്ള കറണ്ടിനെ നമ്മൾ പ്രത്യാവർത്തി ധാരാ വൈദ്യുതി അല്ലെങ്കിൽ AC കറണ്ട് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ മെയിൻലി AC കറണ്ട് എന്താ, DC കറണ്ട് എന്താന്ന് പറഞ്ഞു. DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ദിശയിൽ മാത്രം സഞ്ചരിക്കുന്ന കറണ്ടിനെയാണ് നമ്മൾ DC എന്ന് പറയുക. AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ, കറണ്ടിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുന്ന കറണ്ടിനെയാണ് AC അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയാം.
ഇത് മാത്രമല്ല എ സിക്കും ഡി സിക്കും തമ്മിൽ കുറച്ചും കൂടെ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലെ കുറച്ചും കൂടെ വ്യത്യാസങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, എ സിയുടെ കുറച്ച് കാര്യങ്ങൾ ഡി സിയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി ഞാൻ ഈ ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കൂ, എ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ വേരീസ് വിത്ത് ടൈം. സമയത്തിനനുസരിച്ച് അതിനെന്ത് വരും, അതിൻ്റെ അളവിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. കാരണം ഒന്ന് അങ്ങോട്ടാണ്, പിന്നെ ദിശ ഇങ്ങോട്ടാണ്. അപ്പോൾ രണ്ട് ദിശയും ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അതേസമയം ഡി സി എന്ന് പറഞ്ഞാലോ, ഡി സിക്ക് ഡയറക്ഷൻ ഒന്നും ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്താണോ ഓൾറെഡി ഉള്ള വാല്യൂ അത് തന്നെയായിരിക്കും കണ്ടിന്യൂസ്ലി, എപ്പോഴും അതേ വാല്യൂ തന്നെയായിരിക്കും. അങ്ങനെ ഒരൊറ്റ വാല്യൂ മാത്രമുള്ള സാധനമാണ് ഡി സി. അപ്പോൾ പക്ഷേ എ സി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങളെ പോലെ തല തിരിഞ്ഞിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാടി പോകുന്ന സാധനമാണ് എ സി. പക്ഷേ ഡി സി അങ്ങനെയൊന്നുമല്ല, ഡി സി നല്ല കുട്ടിയാണ്, ഒരൊറ്റ വാല്യൂ ഉള്ളൂ, അത് അതിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി നോക്കൂ, അടുത്തത് എ സി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ എ സി ജനറേറ്റർ എന്ന് പറയുക. നിങ്ങൾക്ക് ഇനി പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് എ സി നമുക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിനെയാണ് നമ്മൾ എന്താ പറയുക, എ സി ജനറേറ്റർ. ഈ എ സി ജനറേറ്റർ ഉണ്ടാക്കുന്നത് എ സി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഇനി അതേസമയം ഡി സി ഡയറക്റ്റ് കറണ്ട് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്, ഡി സി ജനറേറ്റർ, ബാറ്ററി ഒക്കെയാണ്. ഓക്കെ, ബാറ്ററി നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്ന സാധനം ഡി സി ഡയറക്റ്റ് കറണ്ടാണ് നമുക്ക് തരുന്നത്. നേർധാര കറണ്ടാണ് ബാറ്ററികൾ തരിക. പിന്നെ വേറൊരു നേർധാര കറണ്ട് തരുന്ന സാധനമാണ് ഡി സി ജനറേറ്റർ. നിങ്ങൾക്ക് ഇനി രണ്ടും എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും പഠിക്കാനുണ്ട്. അപ്പോൾ എ സി ജനറേറ്റർ ഉപയോഗിച്ച് നമുക്ക് എ സി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാക്കാം, ഡി സി ജനറേറ്റർ ഉപയോഗിച്ച് ഡയറക്റ്റ് കറണ്ടും ഉണ്ടാക്കാം. ഇനി എ സിയുടെ ഒരു പ്രത്യേകത, അതിന് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ ഡി സിക്ക് എന്തില്ല, ഫ്രീക്വൻസി ഇല്ല. എ സിക്ക് ആവൃത്തി ഉണ്ട്, ഡി സിക്ക് ആവൃത്തി ഇല്ല. എന്താണ് ഈ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു സെക്കൻഡിൽ നമ്മൾ ഇതിൻ്റെ ദിശ മാറും എന്ന് പറഞ്ഞല്ലോ. എ സി കറണ്ട് ആണെങ്കിൽ അതിന് എന്ത് സംഭവിക്കും, അതിൻ്റെ ദിശ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ദിശ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ മാറി എന്നതിനൊരു കണക്ക് വേണ്ടേ. അപ്പം ഞാനൊരു ഒരു സെക്കൻഡിൽ നിന്നിട്ട് എത്ര തവണ ഈ എ സി കറണ്ടിൻ്റെ ദിശ മാറി എന്ന് എണ്ണുകയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു 100 പ്രാവശ്യം ഇതിൻ്റെ ദിശ മാറുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ പറയും ആ എ സി കറണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, അപ്പോൾ എത്ര തവണ ഇതിൻ്റെ ദിശ മാറുന്നുണ്ട് അതിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ എത്ര തവണ ഇതിൻ്റെ ദിശ മാറുന്നുണ്ട് അല്ലെങ്കിൽ ഡയറക്ഷൻ മാറുന്നുണ്ട്, അതിന് മാറ്റം വരുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എത്ര തവണ, ആ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്രീക്വൻസി. അത് എന്ത് വെച്ച് കണക്കാക്കണം, സമയം വെച്ച് കണക്കാക്കണം. ഒരു സെക്കൻഡിൽ എത്ര തവണ, അല്ലാണ്ട് കുറേ നേരം വെച്ചിട്ട് 100 പ്രാവശ്യം 50 പ്രാവശ്യം 1000 പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ എത്ര പ്രാവശ്യം അതിന് മാറ്റം സംഭവിക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്രീക്വൻസി. അപ്പോൾ എ സിക്ക് അങ്ങനെ ഫ്രീക്വൻസി ഉണ്ട്, കാരണം അത് മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണല്ലോ. പക്ഷെ ഡി സി മാറുന്നില്ല, അതുകൊണ്ട് തന്നെ ഡി സിക്ക് എന്തില്ല, ഫ്രീക്വൻസി ഇല്ല. ഇനി ഈ എ സിൻ്റെയും ഡി സിൻ്റെയും ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ സി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇ എം എഫ് വരച്ചു കഴിഞ്ഞാൽ, അതായത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, പ്രേരിത ഇ എം എഫിൻ്റെ ഫിഗർ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇ എം എഫ് എന്ന് വിചാരിക്കുക. ഇത് ഇ എം എഫ് പോസിറ്റീവ് വോൾട്ടേജ്, ഇത് നെഗറ്റീവ്. ഈ എ സി ഇങ്ങനെ പോസിറ്റീവും നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവായി മാറിക്കൊണ്ടേയിരിക്കും. ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവ്, പോസിറ്റീവാണ്, നെഗറ്റീവ്, പോസിറ്റീവാണ്, അടുത്ത നെഗറ്റീവ്. അങ്ങനെ പോസിറ്റീവും നെഗറ്റീവും ആയിക്കൊണ്ടേയിരിക്കും. ഇ എം എഫിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഡി സിൻ്റെ ഇ എം എഫ് ആണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ, ഇത് ഇ എം എഫ് ആണെന്ന് വിചാരിച്ചോളൂ, ഡി സി കറണ്ടിൻ്റെ ഇ എം എഫ്. ഓക്കെ, അപ്പോൾ എത്ര സമയം കഴിഞ്ഞാലും ഇതിനെന്ത് ചെയ്യില്ല, ഇതിനൊരു മാറ്റവും ഉണ്ടാവില്ല, അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഡി സി കറണ്ട് ആകുമ്പോൾ ഒരു മാറ്റവും ഉണ്ടാവില്ല, എ സി കറണ്ട് ആകുമ്പം അതിൻ്റെ ഡയറക്ഷൻ. ഈ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നന്നായിട്ട് നോക്കുക. ഇത് ഡി സിയുടെ ഫിഗറാണ്, ഇത് എ സിയുടെ ഫിഗറാണ്. ഇതൊക്കെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം ഇത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം ഇത് നമ്മൾ ആദ്യം വരച്ചത് എ സി കറണ്ടിൻ്റെയാണ്, രണ്ടാമത് വരച്ചത് ഡി സി കറണ്ടിൻ്റെ ഫിഗറാണ്. രണ്ട് ഫിഗറും നന്നായി നോക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് എ സിയും ഡി സിയും വരുന്ന, അല്ലെങ്കിൽ പ്രത്യാവർത്തിധാര വൈദ്യുതിയും നേർധാരാ വൈദ്യുതിയും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും.
അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു ഈ എ സിയും ഡി സിയും ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ജനറേറ്ററുകൾ. എ സി ജനറേറ്റർ ഉപയോഗിച്ച് നമുക്ക് എ സി ഉണ്ടാക്കാം, ഡി സി ജനറേറ്റർ ഉപയോഗിച്ച് ഡി സി ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ എ സി ജനറേറ്റർ, എന്താണ് ഡി സി ജനറേറ്റർ എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.